ഹായ് ഡിയേഴ്സ്, ഇന്ന് നാം പറയാൻ പോകുന്നത് വേർഡിൻ്റെ മറ്റൊരു സ്പെഷ്യൽ ഫീച്ചറായ ടേബിളിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെയിൽ മെർജ് പറഞ്ഞു. ഇതിൽ പറയാൻ പോകുന്ന ടേബിളാണ്. ടേബിൾ ഒരു മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. ടേബിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിൾ ഫോർമാറ്റ്, അതായത് റോയും കോളവും ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഉള്ളതാണ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ടേബിളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് വേർഡ്. ടേബിളിൽ എന്താണ് ടേബിൾ? എ ടേബിൾ ഈസ് എ ഗ്രിഡ് ഓഫ് സെൽസ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളം. ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രിഡ് ഓഫ് സെല്ലാണ്. ഇത് സെല്ലുകളുടെ കൂട്ടം. സെല്ലെന്ന് പറയുന്നത് ടേബിളിൽ ഓരോരോ കള്ളികളെയാണ് സെല്ലെന്ന് പറയുന്നത്. അതിങ്ങനെ ഒരുപാട് സെല്ലുകൾ കൂടിച്ചേർന്ന അതാണ് ടേബിൾ എന്ന് പറയുമ്പോൾ. അതിൽ ഓരോ സെല്ലിന് റോ ആയിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ടേബിൾ എന്ന് പറയുന്നത്. ഈ ടേബിൾ എന്ന് പറയുന്ന ടേബിളിന് ഒരുപാട് പല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. അതായത് കണ്ടൻറ്റിനെ ടേബുലർ ഫോർമുലേറ്റിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ടേബിൾസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ടേബിളിലാവുമ്പോൾ അതിനൊരു പെട്ടെന്ന് ഒരു സാധാ ഒരു ടെക്സ്റ്റായിട്ട് എഴുതുന്ന കാര്യം തന്നെ ടേബുലർ ഫോർമാറ്റിലാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് ആക്സസ് ചെയ്യാനും കഴിയും. പിന്നെ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ടേബിളായിട്ട്, ഇപ്പോൾ ടൈം ടേബിൾ ആയാലും എന്തെങ്കിലും അങ്ങനത്തെ വർക്കുകളൊക്കെ പെട്ടെന്ന് നമ്മൾ ടേബിൾ ഫോർമാറ്റാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ടൈം ടേബിൾ ആണെങ്കിൽ തന്നെ ഏത് ഡേയിൽ ഏത് സബ്ജക്റ്റിൽ നിന്നൊക്കെ ഓരോ ഗ്രിഡ് ഓരോ സെല്ലായിട്ട് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ടേബിൾ ഫോർമാറ്റിന് നമുക്കത് മനസ്സിൽ നിർത്താനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ടേബിൾ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് എന്ന് പറയുന്നത്. In Word, you can create a blank table, convert text to a table, and apply a variety of styles and formats to existing table. വേർഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ബ്ലാങ്ക് ആയിട്ടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഉള്ള കണ്ടൻറ്റിൻ്റെ ടേബിളിലോട്ട് മാറ്റാൻ കഴിയും. അതായത് ടൈപ്പ് ചെയ്ത മാറ്ററിനെ ഈ ടേബിളിലോട്ട് അപ്ലൈ ചെയ്യാനും ഈ ടേബിളിനെ പല തരത്തിലുള്ള സ്റ്റൈലുകളിൽ പലതരം ഫോർമാറ്റിൽ മാറ്റാനും നമുക്ക് കഴിയും. ഓരോ സെല്ലിൻ്റെയും ഫോർമാറ്റും സ്റ്റൈൽസൊക്കെ മാറ്റാനും നമുക്ക് ടേബിൾ വഴി കഴിയും. അപ്പോൾ ഇതാണ് ടേബിളിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ എടുത്താണ്. ടേബിൾ ഫോർമാറ്റ്, അതായത് ഇതിൽ ഈ ഓരോന്നും സെല്ലുകളാണ്. ഇങ്ങനെ എല്ലാതും സെല്ലുകളാണ്. ഈ സെല്ലുകളെ റോ ആയിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് കോളം എന്ന് പറഞ്ഞ്, ഇതാണ് റോ എന്ന് പറയുന്നത്. റോ ആയിട്ടും കോളമായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡാറ്റയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റയെ കോഡ് ടൈപ്പ് ചെയ്ത ഡാറ്റയാണെങ്കിൽ നമുക്ക് ഇതിൽ കൊണ്ടുവരാം. ഇതിന് ഓരോന്നിനെയാണ് നമ്മൾ സെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ക്ലിക്ക് ദ ഇൻസേർട്ട് ടാബ് ഫോളോഡ് ബൈ ദ ടേബിൾ ബട്ടൺ. നമ്മുടെ സിസ്റ്റം ഓണാക്കി മൈക്രോസോഫ്റ്റ് വേർഡ് ഓൺ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലെ മെനു ബാർ ഓപ്ഷനിലൊന്നാണ് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ. ആ ഇൻസേർട്ട് ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് ടേബിൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടേബിൾ ഡ്രോ ചെയ്യാം. നമുക്കത് കൈകൊണ്ട് വരയ്ക്കാം, അല്ലെങ്കിൽ അതിൽ ഗ്രിഡ് ഫോർമാറ്റ് ഉണ്ട്. അതായത് ഇത്ര റോ ഇത്ര കോളം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്കും ടേബിൾ എടുക്കാം. ഓൾറെഡി ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയും. ക്ലിക്ക് ദ ഇൻസേർട്ട് ടാബ് ഫോളോഡ് ബൈ ദ ടേബിൾ ബട്ടൺ. ദിസ് വിൽ ഡിസ്പ്ലേ എ സിമ്പിൾ ഗ്രിഡ് ആസ് ഷോൺ ബിലോ. When you move your mouse over the grid cell, it takes a table in the table that appears in the document. You can make your table having the desired number of rows and columns. നിങ്ങളുടെ ആവശ്യാനുസരണം റോയും കോളവും തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടേബിൾ സെലക്ട് ചെയ്താൽ മൗസ് കേസ് നീക്കിയാൽ നമുക്ക് ആ ടേബിൾ നമുക്ക് വേർഡിൻ്റെ പേജിൽ കാണാൻ കഴിയും. അതാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോവാം. ഇതാണ് ഫസ്റ്റ് പോകുന്ന ഓപ്ഷൻ, ഇൻസേർട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ടേബിൾ എന്നുള്ള ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ എന്നുള്ള ഓപ്ഷൻ കാണും. ടേബിൾ ക്ലിക്ക് ചെയ്താലാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. അതിൽ
ഡ്രോ ടേബിൾ ഉണ്ട്. അതായത് ഡ്രോ ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു പെൻ ടൂൾ വരും, അതുകൊണ്ട് നമുക്ക് ഡ്രോ ചെയ്യാം. ഇൻസേർട്ട് ടേബിൾ എന്ന് പറയുമ്പോൾ റോയും കോളവും ചോദിക്കും, നമുക്ക് അത് ഇൻസേർട്ട് ചെയ്യാം. പിന്നെ സ്പ്രെഡ്ഷീറ്റ്, അത് എക്സലിലോട്ട് പോകാനുള്ള ഓപ്ഷനാണ്. ഇത് വേർഡിലെ പേജാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ടേബിൾ ഗ്രിഡ് വരുമ്പോൾ നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രിഡ് സെലക്ട് ചെയ്യാം. അതാണ് പറയുന്നത്. ഇപ്പോൾ ഇത് 4x3 ടേബിളാണ് ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത്, കണ്ടില്ലേ? അതായത് 3 റോയും 4 കോളും ഉള്ളത്. നമുക്ക് ആവശ്യാനുസരണം സെലക്ട് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ വന്നത്. 4 കോളവും 3 റോയുമായിട്ടുള്ളത് സെലക്ട് ചെയ്തതുകൊണ്ടാണ് വേർഡിൽ മൗസ് പോയിൻ്റർ നീക്കുമ്പോൾ വേർഡിൽ ആ ചിത്രം വരുന്നത്. അങ്ങനെയാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് ടേബിൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. Click the square representing the lower right corner of your table, which will create an actual table in your document, and word goes in the table design mode. May option with us shown below. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ സ്റ്റൈലുകളും എല്ലാം തന്നെ മാറ്റാൻ കഴിയുന്നതാണ്. ടേബിൾ ഓപ്ഷൻസ്, അത് ഓരോ കോളത്തിനും ഓപ്ഷൻസുകൾ നമുക്ക് ആവശ്യാനുസരണം സെറ്റ് ചെയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷണൽ സ്റ്റെപ്പാണ്. അതായത് ഫാൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. അത് ഫാൻസി ടേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആവണമെന്നൊന്നുമില്ല, നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഫോർമാറ്റ്സ് ക്ലിക്ക് ചെയ്യാം. അത് നെസസറി ഒന്നുമല്ല. അത് ഫാൻസി ടേബിൾ ഡെവലപ്പ് ചെയ്യാനാണ്. നമ്മുടെ ഗാലറിയിലെ ടേബിൾ സ്റ്റൈലുണ്ട്. ടേബിൾ സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കാണാം, പല സ്റ്റൈലുകളുണ്ടാവും. അത് നമുക്ക് ഈ സ്റ്റൈൽ എടുക്കാം. അത് ശരിക്കും ഫാൻസി ടൈപ്പാണ്. നമ്മളൊരു സാധാ ഒരു സ്റ്റാൻഡേർഡ് പർപ്പസിനൊന്നും വേണ്ടി ഫാൻസി സ്റ്റൈൽ യൂസ് ചെയ്യാറില്ല. കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് ശരിയാണ് ഓപ്ഷണൽ, നിർബന്ധമില്ലാത്തൊരു സ്റ്റെപ്പാണ്. പക്ഷേ അങ്ങനെ ചെയ്യാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗാലറി പോയിട്ട് ഗാലറിയിലെ ടേബിൾ സ്റ്റൈലാണിത്. അപ്പോൾ ടേബിൾ സ്റ്റൈൽ ഓപ്ഷനിൽ പോയി ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റൈൽസ് ഓപ്ഷൻസ് ഇത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതിലേതെങ്കിലും സെലക്ട് ചെയ്താൽ ആ ഒരു ഫോർമാറ്റിലോട്ട് മാറും. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനി ഓഫ് ദ സ്റ്റൈൽ ജസ്റ്റ് ക്ലിക്ക് ദ ബിൽഡ് ഇൻ ടേബിൾ സ്റ്റൈൽ ആൻഡ് യു വിൽ ചൂസ് ദ സെലക്ടഡ് സ്റ്റൈൽ ഹാസ് ബീൻ അപ്ലോഡ് അവർ ടേബിൾ. അങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ ഏതെങ്കിലും സ്റ്റൈൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ എന്താണ്, പിന്നെ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റൈലിലോട്ടാണത് അപ്ലൈ ചെയ്യപ്പെടുക എന്നാണ് പറയുന്നത്. 4 ഓപ്ഷനാണ് മെയിനായിട്ട് നമുക്ക് ടേബിൾ ഫോർമാറ്റിൽ പറയുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ സെലക്ട് ചെയ്തതാണ്, സെലക്ട് ചെയ്താണിത്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ താഴെ വന്നിട്ടുള്ളത്. കണ്ടില്ലേ കളറൊക്കെ. അപ്പോൾ ഈ മറ്റേതാണെന്നുണ്ടെങ്കിൽ ആ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് കളറിൽ വരും. അപ്പോൾ ഏത് സെലക്ട് അതിനനുസരിച്ച് നമുക്ക് ഫോർമാറ്റിൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് പറയണത്. നമുക്ക് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും മസ്റ്റായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇൻസേർട്ട് പോവുക, ടേബിൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതാണ് മസ്റ്റായിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഡ്രോ ചെയ്യാമെങ്കിൽ ഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ റോയും കോളത്തിൻ്റെയും എണ്ണം സെലക്ട് ചെയ്തുകൊണ്ട് ഗ്രിഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക. അതാണ് സ്റ്റാൻഡേർഡായ ഫോർമാറ്റ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ സ്റ്റൈൽസും പിന്നെ ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഉള്ള ഡോക്യുമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, വേർഡിലോട്ട് ടേബിൾ ഫോർമാറ്റിലോട്ട് ഇൻസേർട്ട് ചെയ്യാം, ഓരോ സെല്ലിലേക്ക് മാറ്റാം. പിന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ഓപ്ഷനാണ്. ഒരു ടേബിളിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്ത സംഭവം ഡിലീറ്റ് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫസ്റ്റത്തെ റോയാണ്. ഈ ഫസ്റ്റ് റോ മൊത്തം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് റോയിൽ നമ്മൾ നമ്മുടെ കേസറാണെങ്കിൽ കേസർ, അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈലാണെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്താൽ മതി. കേസർ കൊണ്ട് ടച്ച് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ അത് ആ റോ മൊത്തം സെലക്ട് ആവും. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലാതെ തന്നെ ഡയറക്റ്റ് മുകളിൽ ഡിലീറ്റ് റോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് റോ എന്ന് കൊടുക്കുക. നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഓപ്ഷൻ വരും, അപ്പോൾ ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക. ഇൻസേർട്ട് ടേബിളിൽ ഓരോ റോയും ഇൻസേർട്ട് ചെയ്യാൻ ഈസിയാണ്. ടേബിളിൻ്റെ അവസാനത്തിലൊരു പ്ലസ് ബട്ടൺ കാണാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അടുത്ത് ഇതേ ഫോർമാറ്റിൽ ഒരു ഇത് വരും. നമുക്ക് എത്ര വേണമെങ്കിലും അങ്ങനെ ആഡ് ചെയ്ത് പോവാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യുക. അത് റോ ആണെങ്കിൽ റോ ബേസിൽ സെലക്ട് ചെയ്യുക, കോളം ആണെങ്കിൽ കോളം ബേസിൽ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇന്ത്യ. അപ്പോൾ ഒരു ടേബിൾ എന്താണെന്നും ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ടേബിളിൽ എങ്ങനെ റോ ഇൻസേർട്ട് ചെയ്യാം. റോ ഇൻസേർട്ട് ചെയ്യുന്ന കാര്യമെന്ന് പറയുമ്പോൾ
ജസ്റ്റ് റോ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഒരു റോയും കൂടി വരും. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോയിട്ട് കേഴ്സർ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ന്യൂ റോ എന്നുള്ള ഓപ്ഷൻ വരും. ന്യൂ റോയും ഉണ്ടാവും, ന്യൂ കോളവും ഉണ്ടാവും. റോ ആണെങ്കിൽ റോ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് വരും, കോളം ആണെങ്കിൽ ഇങ്ങനെ ഒരു കോളം കൂടി വരും. അപ്പോൾ നമുക്ക് റോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇതിൽ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി വരും. കോളമാണ് വരുന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് പോയി ഇൻസേർട്ട് കോളം തന്നെ കൊടുക്കണം, സെലക്ട് ചെയ്ത് ഇൻസേർട്ട് കോളം തന്നെ കൊടുക്കും. അപ്പോൾ ലാസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോയും കോളവും വരും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം അത് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാനാണ് സെലക്ട് ചെയ്യുക, റോ ആണെങ്കിൽ റോ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക, മറ്റേ കോളം സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അങ്ങനെയാണ് അത് ചെയ്യുക. അപ്പോൾ എന്താണ് ടേബിൾ എന്ന് പറയുന്നത്? ഒരു MS വേർഡിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. പിന്നെ എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഒരു ടേബിളിൽ ന്യൂ കോളം അല്ലെങ്കിൽ റോ ഇൻസേർട്ട് ചെയ്യുക, എങ്ങനെയാണ് ഓൾറെഡി ഉള്ള റോ അല്ലെങ്കിൽ കോളത്തിന് ഡിലീറ്റ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ടേബിൾ എന്നുള്ളൊരു സ്പെഷ്യൽ ഫീച്ചർ ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു.